ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം. ഇറ്റ്സ് മീ VJR. യെസ്, അടിപൊളിയാണ്. നിങ്ങൾ ഉഷാറായിട്ട് പഠിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു അടിപൊളി ഓഫറുമായിട്ടാണ് സാറ് വന്നത്. ഓഫർ മാത്രമല്ല, ക്ലാസ്സും ഉണ്ട്. എങ്ങനെയാണ് ക്ലാസ്, ഏതാണ് നിങ്ങളിപ്പോൾ ഈ തമ്പുമായിട്ട് വന്ന് അല്ലേ, തമ്പ് കണ്ടിട്ടല്ലേ നിങ്ങൾ വന്നിട്ടുണ്ടാവുക ആനുവൽ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട്. മകളെ, നിങ്ങൾക്ക് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ചോദ്യം തരാം. ആ ചോദ്യം തരുന്നതിന് മുമ്പ് ഇനിയും ചാൻസ് ഉണ്ട്. മിസ്സായ ക്ലാസ് സെറ്റ് ആക്കണം. നമുക്ക് അടിപൊളിയായിട്ട് ക്ലാസ് 8 നമുക്ക് റെഡി ആക്കണം. ഉഷാറായിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഒരേ പൊളിയായിട്ട് വൈബാക്കിയിട്ട് നമുക്ക് പഠിക്കണ്ടേ. ഇനി അങ്ങോട്ട് ഇനിയും ഉഴപ്പിയാൽ മതിയോ? നമുക്ക് നമ്മുടെ പരീക്ഷ ഇങ്ങോട്ട് അടുക്കുന്നുണ്ട്. ഒരുപാട് പേര് പരീക്ഷയുടെ തലേന്ന് മാത്രം കണ്ടിട്ട് സാറേ ഞാൻ നന്നായിട്ട് പഠിച്ചു പോയതാ, പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, എന്താ ഇനി ചെയ്യാന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അവരോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾക്കുള്ള ലാസ്റ്റ് ചാൻസ് ആണ്. അതായത് ക്ലാസ് 8 ഓൺലൈൻ റിവിഷൻ ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. എൻഡ് ഗെയിം, അതായത് ഇപ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് ഓഫർ ഉണ്ട്. അതായത് ഈ ഒരു ചെറിയൊരു പ്രൈസിൽ 15% ഓഫർ, 1232 എന്ന് പറയുന്ന ചെറിയൊരു എമൗണ്ട് ഓഫ് പൈസ നിങ്ങൾ കൊടുത്താൽ മാത്രം മതി. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇതുവരെയുള്ള ക്ലാസ്സുകൾ, മിസ്സായ എല്ലാ ക്ലാസ്സുകളും, നമ്മളിപ്പോൾ ക്ലാസ്സുകളൊക്കെ ഓൾമോസ്റ്റ് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാത്ത ഒരുപാട് കുട്ടികൾ ഈ ക്ലാസ്സുകൾ കാണുന്നുണ്ടാവും. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, വൈകരുത്. ഇനിയും വൈകിയാൽ കഴിഞ്ഞ കൊല്ലം ഹിന്ദിക്കൊക്കെ ആയിട്ട്, ഹിന്ദി മാത്രമല്ല ബാക്കി കുറേ സബ്ജക്റ്റിനൊക്കെ ആയിട്ട് ഒരുപാട് കുട്ടികൾ, ലക്ഷക്കണക്കിന് കുട്ടികളാണ് തോറ്റത്. അപ്പൊ കഴിഞ്ഞ കൊല്ലം തോറ്റിട്ടുണ്ടെങ്കിലും അവരെ പോലെ നിങ്ങൾ ആവരുത്. കൊല്ലം അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ സൈലത്തിന്റെ ചെറിയൊരു സമ്മാനമാണ്. ചെറിയ പൈസയ്ക്ക് ഇനിയുള്ള ക്ലാസ്സുകളെല്ലാം, ഇതുവരെ മിസ്സായ ക്ലാസ്സുകളെല്ലാം നമ്മുടെ സൈലത്തിന്റെ ആപ്പിലൂടെ നിങ്ങൾക്ക് കിട്ടും. ന്യൂ ബാച്ച് അഡ്മിഷൻ ഓപ്പൺ ആണ്. ഇവിടെ ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താലോ, അല്ലെങ്കിൽ നിങ്ങൾ സൈലം ലേണിംഗ്സ് എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്താലോ നിങ്ങൾക്ക് കിട്ടും. അതേപോലെ തന്നെ ഇതാണ് നമ്മുടെ സൈലത്തിന്റെ ഫീച്ചേഴ്സ്. ഇതാ കണ്ടോ, ഡെയിലി ലൈവ് ക്ലാസ് ഉണ്ടാവും. ആ ലൈവ് ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിന്റെ റെക്കോർഡിംഗ് സെക്ഷൻസ് ഉണ്ടാവും. അതിന്റെ സ്ലൈഡ്സും നോട്ട്സും എല്ലാ ക്ലാസ് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ലഭ്യമാവും. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് തരും. അതല്ലാതെ പുതിയ മോഡൽ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതും നിങ്ങൾക്ക് ഈ ഒരു ആപ്പിലൂടെ കിട്ടും. പിന്നെ പോൾ അറ്റാക്ക് എന്ന് പറയുന്ന പുതിയൊരു ടൈപ്പ് ഓഫ് എനർജറ്റിക് ആയിട്ടുള്ള ഒരു സാധനം കൂടെ അതിലുണ്ട്. ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടാവും. മോഡൽ എക്സാംസ്, അതായത് പരീക്ഷ, അതൊക്കെ പഠിച്ചിട്ട് കാര്യമില്ലല്ലോ, പരീക്ഷകൾ എഴുതി നോക്കണ്ടേ. ആ പരീക്ഷകളും നിങ്ങൾ ഒരേപോലെയായിട്ട് പഠിക്കണം. അപ്പൊ ഇന്ന് എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന, സമയം കളയണ്ട. 2 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. താഴെ തന്ന ലംബകത്തിന്റെ പരപ്പളവ് കാണുക. അതായത് ഇതൊരു ലംബകമാണ്. ലംബകം എന്ന് പറഞ്ഞാൽ എന്തെന്നാണെന്നറിയാം കുഞ്ഞോനെ? ലംബകം എന്ന് പറഞ്ഞാൽ ട്രപ്പേസ്യം. ട്രപ്പേസ്യത്തിന്റെ പരപ്പളവ് കാണാനുള്ള ഒരു ചോദ്യം ഉറപ്പായിട്ടും നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കും. പഠിച്ചു വെച്ചോ. പ്രെഡിക്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യനാണ്. അതായത് ഇതിന്റെ പരപ്പളവ് കാണാൻ, ഏരിയ കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ? പരപ്പളവ് കാണാൻ പറഞ്ഞാൽ നിങ്ങൾ ആദ്യം ഹാഫ് എടുക്കുക. ഹാഫ് BHലെ ഹാഫ് ഇല്ലേ, ആ ഹാഫ് BHലെ ഹാഫ് അല്ല, ഹാഫ് എടുക്കുക. ഹാഫ് എടുത്തിട്ട് ഇതിന്റെ എച്ച് എത്രയെന്ന് നോക്കുക. എച്ച് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ എച്ച് ആയിട്ട് വരിക. ദിസ് ഈസ് എച്ച്. അതായത് ഈ 2 സെന്റിമീറ്റർ ആണ് എച്ച്. അപ്പൊ എച്ചിന് പകരം നിങ്ങൾക്ക് എത്ര കൊടുക്കാം? 2. ഹാഫ് ഇൻറ്റു എച്ച്. ഓക്കെ, വേണമെങ്കിൽ ഇക്വേഷൻ എഴുതാം. ഹാഫ് എച്ച് ഇൻറ്റു ബ്രാക്കറ്റിൽ A+B. A+B എന്താന്ന് ചോദിച്ചാൽ 2 സമാന്തരമായ വരകൾ, ഒരു പാരലൽ ലൈൻസുകളാണ്. അപ്പൊ ഇത് A ആയിട്ട് എടുക്കാം, ഇത് B ആയിട്ട് എടുക്കാം. ഇവിടെ ഇട്ട് കൊടുത്താൽ മതി. എന്താ പറഞ്ഞ കുഞ്ഞോനെ? അതായത് ഇതൊരു ട്രപ്പീസിയം, ഇതൊരു സമാന്തര വര, ഇത് മറ്റൊരു സമാന്തര വര. ഇത് A ആണ്, ഇത് B ആണ്. അത് അവിടെ ഇട്ട് കൊടുത്താൽ മതി. ഇത് എന്ന് പറയുന്നത് H ആണ്. അത് ഇട്ട് കൊടുത്ത് ഒരു ആൻസർ ഒന്ന് ചെയ്ത് നോക്കണം. അപ്പൊ ഹാഫ് ഇൻറ്റു എച്ചിന് പകരം നിങ്ങൾക്ക് എത്ര കൊടുക്കാം? 2 ഇൻറ്റു എക്ക് പകരം നിങ്ങൾക്ക് എത്ര കൊടുക്കാം? 5 കൊടുക്കാം. 5 അത് ബ്രാക്കറ്റിന്റെ ഉള്ളിൽ തന്നെ എഴുതി കൂട്ടുക കേട്ടോ. ഇതും ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എഴുതി കൂട്ടുക. 5 3 ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഇത് വെട്ടാം. 5 3 കൂട്ടി എത്രയുടെ ആൻസർ? 5 3 കൂട്ടി അതേ നമ്മുടെ ഉത്തരം 8 യൂണിറ്റ് സെന്റിമീറ്റർ സ്ക്വയർ. സെറ്റ്. റെഡിയാണോ? റെഡി ആണെങ്കിൽ റെഡി എന്ന് പറഞ്ഞ കമന്റ് ചെയ്തേക്ക്. റെഡി എന്ന് പറഞ്ഞ കമന്റ് ചെയ്തേ. ഒരേ പൊളി. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യത്തിന് ആൻസർ നിങ്ങൾ സ്വന്തം ചെയ്തേ. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം മക്കളെ. ഈ താഴത്തെ ഈ സൈഡിനെ നിങ്ങൾക്ക് എന്ത് ലെറ്റർ കൊടുക്കാം? A എന്ന് കൊടുക്കാം. ഈ സൈഡിലുള്ള ഈ മുകളിലുള്ളത്, ഇത് 2 പാരലൽ ലൈൻസ് ആണ്. ആ പാരലൽ ലൈൻസിനാണ് നമ്മൾ എയും B ആയിട്ട് എടുക്കാം. അപ്പൊ ഇത് B ആയിട്ട് എടുക്കാം. അപ്പൊ A 5 സെന്റിമീറ്റർ, B 3 സെന്റിമീറ്റർ. ഇതിലേതാ എച്ച് വരിക? ആ 90 ഡിഗ്രി ഉള്ള ഇതാണ് എച്ച്. അതായത് ഇതാണ് 2 സെന്റിമീറ്റർ ആണ് എച്ച് വരിക. എച്ച് 2. ഇക്വേഷൻ എന്ന് പറഞ്ഞേ, ഏരിയ കാണാനാണ്.
പരപ്പളവ് കാണാനാണ്. എങ്ങനെയാ പരപ്പളവ് കാണാം? ഹാഫ് എച്ച് എന്നിട്ട് ഈ പാരലൈൻസ് കൂട്ടുക, ബ്രാക്കറ്റിന്റെ ഉള്ളിൽ കൂട്ടണേ എയും ബിയും. ഇതൊന്നും ചെയ്തിട്ട് ആൻസർ കമന്റ് ബോക്സിൽ ഇട്ടേ, പെട്ടെന്ന് കമന്റ് ബോക്സിൽ ഇട്ടേ. ആൻസർ കമന്റ് ബോക്സിലായിട്ട് അടിപൊളിയായിട്ട് നിങ്ങൾ സെറ്റപ്പ് ആക്കുക എന്താണ് ആൻസർ എന്നുള്ളത്. അപ്പൊ നിങ്ങളുടെ കമന്റ്സ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ മറക്കണ്ട, ഇതുവരെ അഡ്മിഷൻ എടുക്കാത്ത കുട്ടികൾക്കൊക്കെ ലാസ്റ്റ് ചാൻസ് ആണ്. ഇനിയും നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത ഒരു കുട്ടികളുണ്ടെങ്കിൽ അവരോടൊക്കെ പറയാണ്, അവരൊക്കെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഇപ്പോഴാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചെറിയൊരു പൈസയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പം ഇത്രയും സെക്ഷൻസ് ഉണ്ട്. അപ്പം നമുക്ക് കാണാവേ. അപ്പൊ ആൻസർ കമന്റ് ബോക്സിൽ ഇടണേ. ഏതാണ് ക്വസ്റ്റ്യൻ എന്ന് അറിയാലോ? അതായത് ഞാൻ പകുതി ഞാൻ ചെയ്തിട്ടുണ്ട്. എ ഉണ്ട് 5, ബി ഉണ്ട് 3, എച്ച് ഉണ്ട് 2. ഇക്വേഷനിലോട്ട് ഒരേ പോലെ ഇട്ട് കൊടുത്താൽ മതി. ഹാഫ് എച്ച് ഇൻറ്റു എ പ്ലസ് ബി. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ ബി സൈനിങ് ഓഫ്. ബൈ.